നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ഇന്ന് ഒരു മികച്ച സർക്കാർ ജോലി അവസര വാർത്തയുമായാണ് നിങ്ങളുമായി പങ്കിടുന്നത്. സർവേ ഭൂരേഖ വകുപ്പ് SLRD സീനിയർ ഹാർഡ്വെയർ സപ്പോർട്ട് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ശമ്പളം മാസം 70,000 രൂപ വരെ. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 19 ആണ്. യോഗ്യത എന്ത്? ആർക്കൊക്കെ അപേക്ഷിക്കാം? പ്രായപരിധി എത്ര? എങ്ങനെ അപേക്ഷിക്കണം? എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ്. ഈ ഒഴിവ് കേരളത്തിലെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിൽ ആണ്. സർവേ ഭൂരേഖ വകുപ്പ് സംസ്ഥാനത്തിലെ ഭൂവിവരങ്ങൾ, ലാൻഡ് റെക്കോർഡുകൾ, ഡിജിറ്റൽ മാപ്പിംഗ് തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാന സർക്കാർ വകുപ്പ് ആണ്. ഇപ്പോൾ ടെക്നിക്കൽ വിഭാഗത്തിൽ സീനിയർ ഹാർഡ്വെയർ സപ്പോർട്ട് എഞ്ചിനീയർ എന്ന നിർണായക തസ്തികയിലേക്ക് നിയമനം നടത്തുകയാണ്. പോസ്റ്റ് ഡീറ്റെയിൽസ്. തസ്തിക സീനിയർ ഹാർഡ്വെയർ സപ്പോർട്ട് എഞ്ചിനീയർ വകുപ്പ്, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്. ശമ്പളം 70,000 രൂപ. ഉയർന്ന പ്രായപരിധി 45 വയസ്സ്. അപേക്ഷ അവസാനിക്കുന്ന തീയതി ഫെബ്രുവരി 19. ഇത് മികച്ച ശമ്പളമുള്ള ടെക്നിക്കൽ സർക്കാർ അവസരമാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. യോഗ്യത വിശദമായി നോക്കാം. താഴെ പറയുന്ന വിഷയങ്ങളിൽ 1ാം ക്ലാസ് ബിരുദം ഉണ്ടായിരിക്കണം. BTech കമ്പ്യൂട്ടർ സയൻസ്, BTech IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്. ഇതുകൂടാതെ താഴെ പറയുന്ന സർട്ടിഫിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അഭികാമ്യം: MCSE, മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് സിസ്റ്റംസ് എഞ്ചിനീയർ, റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ എന്നീ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. എക്സ്പീരിയൻസ് റിക്വയർഡ്. മൊത്തം 5 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. അതിൽ കുറഞ്ഞത് 2 വർഷം താഴെ പറയുന്ന മേഖലയിലായിരിക്കണം: യുണിക്സ് അല്ലെങ്കിൽ ലിനക്സ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ, കോൺഫിഗറേഷൻ, ട്രബിൾ ഷൂട്ടിംഗ്. ഇതിനൊപ്പം ആപ്ലിക്കേഷൻ സ്റ്റാക്ക് അഡ്മിനിസ്ട്രേഷൻ, പെർഫോമൻസ് ട്യൂണിംഗ്, സെർവർ മെയിൻ്റനൻസ് ഇവയിൽ മികച്ച പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ടെക്നിക്കൽ സ്കിൽസ് റിക്വയർഡ്. ഈ തസ്തിക ടെക്നിക്കലായി വളരെ നിർണായകമാണ്. അതിനാൽ താഴെ പറയുന്ന സാങ്കേതിക അറിവുകൾ നിർബന്ധമാണ്: വെർച്വലൈസേഷൻ, VMware വെർച്വൽ ബോക്സ്, കണ്ടെയ്നറൈസേഷൻ ടെക്നോളജീസ്, നെറ്റ്വർക്ക് മോണിറ്ററിംഗ് സിസ്റ്റംസ്. കൂടാതെ OSI, നെറ്റ്വർക്ക് ലെയേഴ്സ് അറിവ്, TCP/IP നെറ്റ്വർക്കിംഗ്, ടേപ്പ് ലൈബ്രറി ബാക്കപ്പ് സിസ്റ്റംസ്. ഈ മേഖലകളിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് വലിയ മുൻഗണന ലഭിക്കും. ഏജ് ലിമിറ്റ്. ഉയർന്ന പ്രായപരിധി 45 വയസ്സ്. റിസർവേഷൻ പ്രകാരം പ്രായ ഇളവ് ഉണ്ടാകാം. അതുകൊണ്ട് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. സാലറി ഡീറ്റെയിൽസ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 70,000 രൂപ ഏകീകൃത ശമ്പളം ലഭിക്കും. ഇത് വളരെ നല്ല ശമ്പളമാണ്, പ്രത്യേകിച്ച് ടെക്നിക്കൽ കോൺട്രാക്റ്റ് സർക്കാർ പോസ്റ്റിനായി അപേക്ഷിക്കുന്നവർക്ക്. ഹൗ ടു അപ്ലൈ. അപേക്ഷിക്കുവാൻ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. യോഗ്യത ഉറപ്പാക്കുക. ആവശ്യമായ രേഖകൾ തയ്യാറാക്കുക. നിർദ്ദേശിച്ച രീതിയിൽ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ അവസാനിക്കുന്ന തീയതി ഫെബ്രുവരി 19. അവസാന ദിവസം വരെ കാത്തിരിക്കാതെ ഉടൻ തന്നെ അപേക്ഷിക്കുക. ടെക്നിക്കൽ ഫീൽഡിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് ഇത് ഒരു മികച്ച സർക്കാർ അവസരമാണ്. 70,000 രൂപ ശമ്പളം. 45 വയസ്സ് വരെ അപേക്ഷിക്കാം. ഉയർന്ന സാങ്കേതിക പരിചയം ആവശ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് CMDയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്തരം പുതിയ സർക്കാർ ജോലി വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.